അപ്പു അച്ഛനൊക്കെ എപ്പോഴമ്മ വരുന്നേ? അവർക്ക് അവിടെ പണിയില്ലേ കുട്ടി, പന്തലൊക്കെ അയച്ചിട്ടൊക്കെ വേണം നീ വരാൻ. കെട്ടുകഴിഞ്ഞേക്കാട്ട് മുന്നേ പാറക്കുട്ടി സദ്യ കഴിക്കാൻ പോയത് ഞാൻ കണ്ടിരുന്നു. ആര് പറഞ്ഞു? ഞാനേ കല്യാണം കഴിഞ്ഞ് കെട്ടും കഴിഞ്ഞ് ഇപ്പൊ ഓട്ടം പഠിക്കലും കഴിഞ്ഞ് എന്നിട്ട് ഞാൻ പോയി സദ്യ ഉണ്ണാൻ. 2 ഗ്ലാസ് പായസം കുടിക്കണം ഞാൻ കണ്ടു. അത് ഞാൻ കുടിച്ചു, അത് ശരി. ഈ പഞ്ചാര പായസം അധികം നല്ലതല്ല കേട്ടോ പാറക്കുട്ടി. ആ മോളെ ശ്രീകുട്ടിയെ പഞ്ചാര അധികം നല്ലതല്ല കേട്ടാ. അമ്മ ഈ മനുവിനിപ്പോ നല്ല ജോലിയൊക്കെ തരപ്പെട്ടിരിക്കണു അല്ലേ? ആ, അതിന് മനുവിന് പെണ്ണ് അന്വേഷിക്കുന്നുണ്ട്. ഓപ്പ എടുത്ത് അമ്മീനോട് പറഞ്ഞു. അത് അതെ, നന്റെയും കൂടി കല്യാണം ഒന്ന് ശരിയായിച്ചെനിക്ക് നന്നായിരുന്നു. അതിന് നിനക്ക് വരുന്ന ആലോചന ഒന്നും വേണ്ടെന്നല്ലേ നീ പറയണത്? അതെ, എന്താ പറയുക, പെൺകുട്ടികൾക്ക് കല്യാണ പ്രായം ഇങ്ങനെ തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണേ. ആ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആദ്യമാണ് അത് ശരിയായി വിടാവാതെയാകുമ്പോൾ. പിന്നെ അതും കൂടി അങ്ങോട്ട് ശരിയായിച്ചാൽ 2ആളുടെയും കല്യാണം ഒരുമിച്ച് അങ്ങോട്ട് നടത്തായിരുന്നു. ഈ കല്യാണ പ്രായം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രായമൊക്കെ ഉണ്ടോ? പിന്നല്ലാതെ അങ്ങനെ ഒരു പ്രായമൊന്നുമില്ല. നമുക്ക് കല്യാണം കഴിക്കണം തോന്നുമ്പോ, ഒരു കൂട്ട് വേണമെന്നൊക്കെ തോന്നുമ്പോ അങ്ങനെ കെട്ടുക അല്ലേ ഉണ്ണിക്കുട്ടിയെ? അങ്ങനെ വേണ്ടാന്ന് തോന്നണ ഒരു കെട്ടണ്ട. എന്താണ് ഈ മനുവേട്ടനും ഉണ്ടോ കല്യാണ പ്രായം പറഞ്ഞിട്ടൊരു പ്രായം? പിന്നെന്താ, എന്താവാ? ഒന്നുമില്ല, ചോദിച്ചതല്ലോ. അതല്ല, നിങ്ങളുടെ 2ആളുടെയും കല്യാണം അങ്ങോട്ട് ശരിയായിച്ചാലേ എന്നാ ഒരുമിച്ച് ഒരു പന്തലിൽ വെച്ചിട്ട് അങ്ങോട്ട് നടത്തായിരുന്നു. നിങ്ങൾ 2ആളും കൂടി ഇങ്ങനെ നിക്കണ കാണാൻ എന്തൊരു ചന്ത. അമ്മയ്ക്ക് നല്ല മോഹമാണ് അതൊക്കെ. എൻ്റെ മോളുടെ മനസ്സ് അമ്മയ്ക്കല്ലാതെ പിന്നെ വേറെ ആർക്കറിയാം മോളെ? അമ്മയ്ക്ക് അതൊക്കെ നല്ലോണം അറിയാം. സത്യാണ്. I love you, പാർക്കുട്ടി. അച്ഛനറിയോ? പിന്നെ ഞങ്ങൾക്കറിയാത്ത വല്ല സംഭവം ഉണ്ടാ? ശരിക്കും സന്തോഷായി എനിക്ക്. ഞങ്ങൾക്കൊക്കെ അറിയാം. ഇനി കുറച്ച് പഞ്ചാര പായസം ആവാം. ഞാവാല്ലേ? ഇനി ഞാൻ എത്ര കുടിച്ചാലും കുഴപ്പമില്ല. നീ മോളും പഞ്ചാര ആയിക്കോളൂ കേട്ടാ. ഗൗരീനന്ദനായ ഗൗരീ ഹൃദയനന്ദനായ ഗൗരഭാനുസുതായ ഗൗരീ ഗണേശ. മഹാറാണി, ഓയ് മഹാറാണി, മഹാറാണി, എന്താണ് ചോലയിൽ കാലം നീട്ടുന്ന ആലോചന? സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഞാൻ ഇങ്ങോട്ട് വരും. ഇവിടെ വന്ന് ഈ തേവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്തോ മനസ്സിന് വല്ലാത്തൊരു സമാധാനം. എവരേ പോയി വരണ ശ്രീകുട്ടിനെ കാത്തോളണേ. മയോട്ടും തിരിച്ചു പോവാണോ ഇപ്പോ? പോണ്ടേ, പിന്നെ അവിടുന്ന് വിളി വന്നോണ്ടിരിക്കുക. നിന്നെ കാണാനായിട്ട് ഓരോ കാരണം പറഞ്ഞ് ഇന്ന് നാളെന്ന് പറഞ്ഞ് വീട്ടി. ഇനിയും പോവാണ്ടിരുന്ന പോണ്ടി വരില്ലേ കുട്ടി? അച്ഛനും അമ്മയൊക്കെ എന്ത് പറഞ്ഞു? ഒഫീഷ്യൽ പെണ്ണ് കാണല് കഴിഞ്ഞപ്പോ എന്നെ പെണ്ണ് കാണല് കഴിഞ്ഞിട്ട് മോളെ മരുമോളായി കിട്ടിയതിൽ സന്തോഷം എന്ന് പറഞ്ഞു. എനിക്ക് വല്ലാണ്ട് ക്ഷീണിക്കണ പോലെ കേട്ടാ. നീ വെയിലോണ്ടിട്ടാ ശ്രീകുട്ടി, നീരിറങ്ങിയതാവും. നീ എന്തായാലും പോണ വഴിക്ക് ഞാൻ അങ്ങോട്ട് ആക്കാം. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്, അത് വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ പോവാം. പെട്ടി പാക്ക് ചെയ്യാനായിട്ട് അമ്മയെ ഏൽപ്പിച്ചിട്ടാ പോകണപ്പോ. പിന്നെ അമ്മായിയോട് കടുമാങ്ങച്ചാർ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. മനുവേട്ടൻ വീട്ടിൽ പോയിരുന്നോ? ആ, ഞാൻ അപ്പനെ കാണാൻ പോയിരുന്നു. അപ്പൊ ഗോവിന്ദ മാമയെ പറഞ്ഞു നീ അമ്പലത്തേക്ക് വന്നേക്കാം, നേരെ അങ്ങോട്ട് പോകാൻ. കല്യാണം കഴിഞ്ഞാ നീ മദ്രാസിൽ കയറി ശ്രീകുട്ടി? മനുവേട്ടനല്ലേ പറഞ്ഞ കല്യാണം കഴിഞ്ഞാലും ഒന്നും മാറില്ലാന്ന്? അല്ല, ഒന്നും മാറണമൊന്നുമില്ല, എന്നാലും ഇവിടെയും അവിടെയും മാറി മാറി നിൽക്കാലോ. എന്തിനാ? ചുമ്മാ ഒന്ന് കാണാം. എന്നിട്ട്
ദേവരെ മനുവേട്ടന്റെ ഉമ്മ വയ്ക്കണോ? പോയി പറ. ആൾക്കെല്ലാം അറിയാടോ, ഞാൻ എല്ലാം പറയാറുണ്ട്. പറയാറുണ്ടോ? എന്താ മനി ജോലിയൊക്കെ എങ്ങനെ പോണു? ശ്രീകുട്ടി മടി പിടിച്ചിരിക്കുക. കോളേജിലൊന്നും പോകാൻ പറ്റണില്ല, വയ്യ എൻ്റെ കുട്ടി. ശ്രീ 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 ട്രെയിനിൽ യാത്രയൊക്കെ സുഖമായിരുന്നില്ല ചേട്ടാ? ഇതൊന്നും എനിക്ക് വയ്യായിരുന്നു. ദേഷ്യം ഉണ്ടോ എന്നോട്? ഇതാ കത്തെഴുതാത്തതിന്, ജീവിതം നശിപ്പിച്ച്. അതിനോട്ടാ എന്തിനൊക്കെ അറിയണേ? എനിക്കൊന്നുമില്ല. ഇല്ലന്ന് പറഞ്ഞ കള്ളവകാനോട്ടാ. ഞാൻ വിചാരിച്ചിട്ടില്ല. കോളേജ് കഴിഞ്ഞ് വരുമ്പോ എന്തോ വല്ലാണ്ട് തല കറങ്ങണ പോലെ, കണ്ണിട്ട് കയറണ പോലെയൊക്കെ തോന്നി. പാടത്ത വരമ്പത്ത് കൂടെ ഇങ്ങനെ വരികയായിരുന്നു. വരച്ച് കിട്ടിയത് ഒറ്റ വീഴ്ച. മനാട്ടുണ്ടെങ്കിൽ ചിരിച്ച് മണ്ണ് ഒപ്പിയായിരുന്നു. ചക്കിയും ശങ്കരനും കാളിയമ്മയും ഒക്കെ ഉണ്ടായിരുന്നു രാവിലെ മുതല്. ശങ്കര ഇടയ്ക്ക് വരും, നന്നായി പാടും, അസലായി പാടും. പാട്ടൊക്കെ കേട്ടിട്ട് അങ്ങനെ അങ്ങനെ കിടന്നു കുറച്ചു നേരം. അങ്ങനെ ഒന്ന് മയങ്ങിപ്പോയി. പിന്നെ ആ ഗുളികയ്ക്ക് ഭയങ്കര ഡോസും ഉണ്ട്. ദിവാകരൻ ഡോക്ടറെ അപ്പൊ നോക്കണേ. അച്ഛന്റെ ഫ്രണ്ട് ഒപ്പം പഠിച്ചതെന്നൊക്കെ പറഞ്ഞു. അറിയില്ലേ മനുവേട്ടന്? ബയോപ്സിക്ക് അയക്കണം എന്നൊക്കെ പറഞ്ഞപ്പോ അമ്മയും അച്ഛനൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് സ്തംഭിച്ചു. പാറക്കുട്ടിയൊക്കെ അങ്ങോട്ട് ഇല്ലാണ്ടായി. എനിക്ക് കൂസലൊന്നും ഉണ്ടായില്ല കേട്ടോ മനുവേട്ടാ. ഞാൻ ഇപ്പൊ എന്തിനാ പേടിക്കണേ? എനിക്ക് നിങ്ങളൊക്കെ ഇല്ലേ? നമുക്കൊന്ന് കുളിച്ചാലോ ശ്രീകുട്ടി? എത്ര ദിവസമായെന്നറിയോ മനുവേട്ടാ വെള്ളത്തിലൊന്നും മുങ്ങി കുളിച്ചിട്ട്? അമ്മ 2 നേരം മുക്കി തുടക്കിയിരുന്നു. കുറച്ച് ദിവസം അധികമായിട്ട് കിടപ്പിലായിരുന്നു. നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. അങ്ങനെ പോട്ടെ, നമുക്കൊന്ന് കുളിച്ചിട്ട് വരാം. തലയൊക്കെ ജട പിടിച്ചായിരിക്കണം. എനിക്ക് വൈക്കുമോ മനുവേട്ടാ? ബൈക്കുന്നേ ഞാനില്ലേ. ബാ എന്നാലും ഒരു ശങ്ക മനസ്സിൽ. ബാ എണീക്കോ? തണുക്കുണ്ടോ മനുവേട്ടാ? മുടിയൊക്കെ ജട ജട പോലെ ആയിരിക്കുന്നു. കുറച്ചധികമായി കുളിച്ചിട്ട്. നമുക്ക് താളിയൊക്കെ തേച്ചൊന്ന് കുളിച്ചാലോ? ചെമ്പരത്തി താളിയാ? ആരരക്കുക? ശരിയാവും കേട്ടോ. മനുവേട്ട എന്താ പ്രാർത്ഥിച്ചത്? എന്തേ? ഒന്നുമില്ല. ആദ്യമായിട്ടാ മനുവേട്ട ശ്രീകോലിന് മുന്നിൽ ഇരുന്നിട്ട് 3 നേരം പ്രാർത്ഥിക്കണം ഞാൻ കണ്ടത്. അതുകൊണ്ട് ചോദിച്ചൊന്നല്ലോ. പോരാ പോരാ. ശങ്കര, ഞാൻ എന്താ തൊഴുതിറങ്ങിയുള്ളൂ. അപ്പൊ ഒന്നല്ലോ
ഇല്ല, ഞാൻ മനുവേട്ടൻ്റെ ഒപ്പം വന്നതാ. ശങ്കര എന്താ ശങ്കരപ്പ വഴിക്കൊന്നും കാണാറില്ലല്ലോ? നല്ല തിരക്കായിരുന്നു. ഇവിടെ വന്ന് തേവരെ കണ്ടപ്പോഴാ എന്റെ ശ്രീകുട്ടന്റെ മുഖം പകുതിക്ക് പോയി കഴിഞ്ഞു. ഞാൻ അടുത്ത റോഹൻ തന്നെ പാട്ടിനോടാ എന്റെ ഈ പാടാൻ പറ്റിച്ചാവുക. ശ്രീകുട്ടിക്ക് വേണ്ടി പാടില്ല, പിന്നെ ആർക്ക് വേണ്ടി പാടും? പഠിക്കടോ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമോ. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഗേ നമോ നമോ. സുന്ദരതര പിനാഗധര സുന്ദരതര പിനാഗധര ഗംഗാധര ഗജ ചർമാംബരധര ഗംഗാധര ഗജ ചർമാംബരധര. ചന്ദ്രചൂഡ ശിവശങ്കര പാർവതി രമണ നിനഹേ നമോ നമോ. എനിക്ക് കിടക്കണം മനുവേട്ടാ, എനിക്ക് വൈകി നടക്കണം. ആ വീട്ടിലിങ്ങനെ അടങ്ങിയിരുന്നിട്ടാ ശ്രീകുട്ടി. ഈ കാറ്റും വെളിച്ചും ഒക്കെ കൊണ്ടാ ശരിയാവും. മനുവേട്ട വന്നപ്പോ മുതൽ ഇതൊക്കെ പറഞ്ഞിട്ട് എന്നെ നടത്തിക്കണേ. എനിക്ക് വൈകി അമ്മ അവിടെ പേടിച്ചിട്ടാണ് മനുവേട്ട ഇരിക്കണേ. ഞാനല്ലേ ശ്രീകുട്ടി? എനിക്കറിയാം മനുവേട്ടാ. എനിക്ക് നിന്നെ പോലെ എഴുതാനും പ്രാർത്ഥിക്കാനും ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് നിന്നെ ഇങ്ങനെ ഓർക്കാറ്. എന്താ ഓർക്കാറ്? ഇഷ്ടം പറഞ്ഞത്, ഉമ്മ തന്നത്, നമ്മുടെ കല്യാണം, കുട്ടികൾ. മനുവേട്ടാ എനിക്കൊരു കാര്യം പറയാം മനുവേട്ടാ. എന്താ ശ്രീ? നമുക്കിത് ഉടച്ച് നിർത്തിക്കൂടെ? ഇനി അധികം നാളില്ലേന്ന് മനുവേട്ടനറിയാം, എനിക്കും അറിയാം. പിന്നെ എന്തിനാ മനുവേട്ട മനുവേട്ട വേറെ ആരെങ്കിലും കൊല്ലാണോ? നീൻ്റെ ഒപ്പം ജീവിക്കും, എൻ്റെ പെണ്ണായിട്ട്, എൻ്റെ കൂടെ. മനുവേട്ടൻ ഇതൊക്കെ എന്നോടുള്ള സ്നേഹം കൂടുതലോട് തോന്നണതാ. മനുവേട്ടൻ പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. മനുവേട്ടനെ വെളിയായിട്ട് മരിക്കണം എന്നെ ആഗ്രഹം. മനുവേട്ട എന്താ ചെയ്യണെന്നുള്ള വല്ല ബോധ്യമുണ്ടോ മനുവേട്ട? ദേവരനൊക്കെ തൊട്ട് പൂച്ച് താലിയത് എല്ലാവരും മുമ്പിൽ വെച്ച് കെട്ടണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ എൻ്റെ സ്വപ്നം കണ്ടത് നിന്റെ ചിരിച്ച മുഖം കൊണ്ട് നീ സ്വീകരിക്കണ ശ്രീകുട്ടിയത്. എല്ലാവരും കണ്ണീര് കണ്ടാച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടത്. ശ്രീയുടെ വയ്യായികൊക്കെ മാറിയിട്ട് എല്ലാവരും നമ്മൾ ഗംഭീരമായിട്ട് നടത്താം. ശ്രീ ശ്രീ ചെയ്ത് തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം നീ. എനിക്ക് ശരി തോന്നണ ഞാൻ ചെയ്തു. അച്ഛനും അമ്മയ്ക്ക് എന്താ വിചാരിക്കുക? അവര് നമ്മളെ മനസ്സിലാക്കിക്കോളൂ ശ്രീ. അച്ഛനും നമ്മളെ മനസ്സിലാക്കിയില്ല, പിന്നെ നമ്മളെ ആരും മനസ്സിലാക്കാനാ? I love you, Maharani. അമ്മായി, എൻ്റെ മനു ഓപ്പി എഴുത്തി നാട്ടുകാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയേനെ. അമ്മേനെ അച്ഛനൊക്കെ ഞാൻ വിളിച്ചിരുന്നു. അവരോടൊന്ന് പുറപ്പെട്ടിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ എത്തും. സന്തോഷം അതൊരു മനസ്സുകൊണ്ട് മാത്രം മറ്റൊരു മനസ്സിന് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞു. മോനെ സ്നേഹിച്ചു പോയി അമ്മായിയെ. ഒരു വയ്യായിക വന്നെന്ന് വിചാരിച്ച് ഞങ്ങൾ കണ്ട സ്വപ്നങ്ങളൊന്നും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റണില്ല. നിന്നെക്കാട്ടും വലിയൊരു സന്തോഷം അവൾക്ക് ഈ ജീവിതത്തിൽ കിട്ടാനില്ല. എൻ്റെ മോള് ഭാഗ്യവതിയാണ്. നന്നായിട്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഇനിയിപ്പോൾ മരിക്കുകയാണെങ്കിലും അവൾ സന്തോഷമായിട്ട് പോകും. അമ്മായി உன் கை பிடித்தேன் விட மாட்டேன் உன் விழி சிரிப்பில்
நான் வாழ்கிறேன். மழை வந்தாலும் நிழலாகிறேன். உன் பாதையிலே துணையாகிறேன். உன்னோடு நான் என்றும் இருப்பேன். உன் கனவெல்லாம் சேர்ந்து சுமப்பேன். சொல்லாத வார்த்தை மனதில் பேசும். உன் அன்பிலே நான் முழுதாகிறேன். மௌனம் கூட பாடலாகும். உன்னருகில் நிம்மதி சேரும். காலம் மாறினாலும் காதல் மாறாதே. உன் பெயர் சொல்லும் என் இதயமே. உன்னோடு நான் என்றும் இருப்பேன். உன் சிரிப்புக்காக தினம் வாழ்வேன். எந்தன் உலகம் நீதான் கண்ணே. என் உயிர் முழுதும் உன் வலி என் நெஞ்சில் தங்குது. உன் விழி கண்ணீரை தாங்குவேன். நீ சிரிக்கும் நாளை தேடுவேன். நான் உயிராய் உன்னை காப்பேன். காற்றாய் வந்து தோள் சேர்வேன். காயம் எல்லாம் நான் சுமப்பேன். உன் மூச்சோடு என் வாழ்வுதான். நீ இருந்தால் போதும் என் உலகம். ഔ, അമ്മ. നല്ല വേദനിച്ചു. ഉണ്ണിയപ്പം ഉണ്ടാക്കിയാരട്ടെ ശ്രീക്ക്? നല്ല പഴവും നല്ല ശർക്കരയും നെയ്യും ഒക്കെ ആയിട്ട് ഞാൻ പോയി ഉണ്ടാക്കി വരാം. കറിക്ക് വെച്ച കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാമല്ലോ. ശ്രീ ശ്രീ എനിക്ക് വയ്യാത്ത പോലെ തോന്നുന്നു. എനിക്ക് നമുക്ക് റൂമിലേക്ക് പോവാം. ബാ ബാ റൂമിൽ പോവാം. ശ്രീ എനിക്ക് വയ്യ, തല കറങ്ങും. ശ്രീ ശ്രീ അമ്മേ, അമ്മായിയേ, അമ്മായി, ശ്രീ അമ്മായിയേ, കുറച്ച് വെള്ളം തരുമോ അമ്മായിയേ?
പാർവതി വിളിച്ചിരുന്നു. ഞാൻ ഇപ്പോൾ ആശുപത്രിയിലേക്ക് പോവുകയാണ്. ഞാൻ അവിടെ പോയാൽ അവൾക്ക് ഇവിടെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇറങ്ങാൻ പോവാണ് കേട്ടോ. നീ ശ്രീകുട്ടീനെ കാണാൻ പോകണില്ലടാ? ഇല്ലടാ, ഈ അവസ്ഥയിൽ കിടക്കുന്ന ശ്രീകുട്ടീനാണ് എനിക്ക് വയ്യ. എല്ലാം ശരിയാവിടെ. ശരിയാവും. ശരിയാവാണ്ട് എവിടെ പോവാനാ? എന്നാലും നീ ഭാഗ്യവാനാടാ, ശ്രീകുട്ടീനെ കിട്ടിയില്ല നിനക്ക്. ശരിക്കും മനോ, നിന്നോട് പാർക്കുട്ടിയമ്മ വേഗം മനക്കീ ചെല്ലാൻ പറഞ്ഞു. ഞാൻ വന്നോളാം, നീ ചെല്ല്. മാഞ്ഞു പോകും സന്ധ്യയിൽ മാറി നിൽക്കും വഴികളിൽ നീ നടന്ന പാദമുദ്ര മണ്ണിൽ ഇന്നും ആയില്ലേ. കാറ്റുവന്നു ചോദിക്കും കാണുവാനോ ആരെയും, മൗനമായി ചിരിച്ചിന്നൻ കണ്ണുകൾ മാത്രം മറുപടി. അകലുമെന്നൊരു വാക്കില്ല, വിട പറഞ്ഞ നാളില്ല. എങ്കിലും എൻ പടിവാതിൽ നിന്നെ എന്നും കാത്തിരിക്കും. വിളക്കിന്നേരം തോറും ഞാൻ വഴിയിലേക്കായി നോക്കിടും. കാണാത്തൊരു സ്വപ്നമായി നീ എൻ നെഞ്ചിൽ കുടിയിരിക്കും. കഴിഞ്ഞില്ലേ മണിക്കൂട്ട? കൊറേ നേരമായില്ലോ നീ ഇത് കുത്തി കുറിക്കാൻ തുടങ്ങിയിട്ട്. ഒരു നോവൽ അങ്ങ് പടച്ചു വിട്ടാന്നല്ലോ ഒന്ന് ആലോചിക്കാൻ മതി. അതെ, എഴുത്തും വായന അറിയുന്നുണ്ട് വിചാരിച്ചിട്ടേ അതിശാസ്ത്രം മുതലല്ലേ എന്റെ മോനെ. എന്റെ ഉള്ളിൽ എഴുത്തുകാരനെ കൊല്ലാതിരിക്കോ പാറുകുട്ടി? അതെ, ഇന്നലെയും കൂടി ഓപ്പ വന്നപ്പോ പറഞ്ഞു നീ എന്റെ ജോലിക്കാര്യത്തിന്റെ കാര്യം. 3 കൊല്ലായില്ലേ മോനെ നീ കിടന്ന് നീറാൻ തുടങ്ങിയിട്ട്. എന്നെങ്കിലും ആ മദ്രാസിലെ ജോലിക്ക് പൊക്കൂടെ? എല്ലാവർക്കും അതല്ലേ സന്തോഷം. സന്തോഷമായിട്ട് പൊക്കൂടെ? ഞാൻ നിങ്ങളുടെ മോണിലമ്മായി. എന്റെ സന്തോഷവും സമാധാനവും ഒക്കെ അവിടെയല്ലേ ഉള്ളത്. അതെ, ആ രാഘവനെ കുറച്ച് പാല് കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എടുത്തേക്കാൻ പറയട്ടെ ചിരിതോട്, അല്ലെങ്കിൽ ചിരിത അത് ഉറവിക്കും. രാഘവേട്ടന് എന്തിനാ കൂടുതൽ പാല്? അതാ രാഘവേട്ടന്റെ മോളുടെ കല്യാണല്ലേ ഇന്ന്. അപ്പൊ ആദ്യ രാത്രിയിൽ പാല് ഇവിടുന്നാവാന്ന് പറഞ്ഞിട്ടുണ്ട് ഗോവിന്ദേട്ട രാഘവേട്ടനോട്. അമ്മാളൂന്റെയോ? ആ, അവളെ ഞാൻ കുഞ്ഞിലോണ്ട് കണ്ടതാ. ഒന്ന് പോടാ അവിടെ നിന്ന്. നീ കഴിഞ്ഞ ആഴ്ചയും കൂടി വന്നതാ അവള്. കഴിഞ്ഞ ആഴ്ചയോ? ആ, എനിക്കത് അത്ര ധാരണ ഇല്ല. പെൺകുട്ടികളൊക്കെ എത്ര വേഗം വലുതാവണ്. ശ്രീകുട്ടിയുടെ ഒപ്പം പഠിച്ച കുട്ടികളൊക്കെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ആയിട്ടാണ്. ശ്രീ പാർവതി പുഞ്ചിരി തൂകും എൻ ജീവഗാനം, മിഴികളിൽ മൗനം എഴുതിയ കഥകൾ
ചേർന്നാൽ വസന്തമാകും വഴികൾ തെന്നലായി വന്ന എന്തുകൊണ്ടേ കളച്ചിരിക്കുന്നില്ലേ? സത്യം പറയൂ. ഒന്ന് പോടി അവിടുന്ന്. നീ അമ്പലത്തിലേക്ക് പോകാന്ന് പറഞ്ഞതല്ലേ? നീ പൊക്കോ. പൂമഴയായി കാലമൊന്നാകെ കൂടെ നിന്നേ. എന്തൊക്കെയാ ഈ പിച്ചുമയ പറയുന്നത്? നീ മരിച്ചിട്ടാ ഞാൻ മരിക്കുക ആണോ? ഞാൻ മരിച്ചു കഴിഞ്ഞാ നീ മരിക്കുക. അതിനല്ല അമ്മമാര് കാത്തിരിക്കുന്നത്. അല്ലാതെ മക്കള് മരിച്ചിട്ടിരിക്കാൻ അമ്മമാരിരിക്കുന്നത് ആണോ? എന്താ ഇങ്ങനെ വിഷമിച്ച ചെയ്യാ? എന്താ ശ്രീക്കുട്ടി നിനക്ക്? ഉറങ്ങിയില്ലേ മോനോട്ടാ? ഏയ് മദ്രാസത്തെ ജോലിക്കാരത്തിനെ പറ്റി ആലോചിക്കാവൂലേ? ഏയ് പിന്നെ നമ്മുടെ രാഘവേട്ടൻ്റെ മുകളിൽ ആദ്യ രാത്രി അന്ന് ആ നമ്മള് കല്യാണം പറയാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ കാണാനൊക്കെ ആയിട്ട്. നമുക്ക് വേണ്ടേ ശ്രീ എന്ത് ആദ്യ രാത്രി? നമ്മുടെ ആദ്യരാത്രിയൊക്കെ കഴിഞ്ഞല്ലേ മോനോട്ടാ? എത്ര രാത്രിയും പകലും ഇവിടെയും ആശുപത്രിയൊക്കെ ആയിട്ട്. ഇപ്പോഴാ കുറച്ച് സമാധാനമുള്ള രാത്രിയായത്, മനസ്സിനും ശരീരത്തിനൊക്കെ. ഉറങ്ങണില്ലേ മോനോട്ടാ? ആ ഉറങ്ങുക. മനുവേട്ടൻ്റെ കഴുത്തിൽ താലി കെട്ടാന്ന ദിവസേ ഞാൻ ഒരുപാട് കരഞ്ഞ് തളർന്നിട്ട് ഉറങ്ങിയത്. നമുക്കിന്ന് ആഘോഷിച്ചാലോ ആദ്യ രാത്രി? എന്തോ നേരെ ഒത്തിരി ആയിരിക്കണു, എന്നാലും സാരില്ല. പാറക്കുട്ടി ഉറവിക്കാത്ത പാലുണ്ടോ നോക്കട്ടെ. എന്നിട്ട് കുറേ ഉമ്മകളും കുറേ കെട്ടിപ്പിടുത്തങ്ങളൊക്കെ ആയിട്ട് ഒരു ആദ്യ രാത്രി. ഈ കെട്ടിപ്പിടുത്തം നോക്കലും മാത്രമല്ല, വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. വേറെ എന്ത് പരിപാടിയാ? നിനക്കൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ലേ ശ്രീ? എന്ത് പരിപാടിയാ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാറക്കുട്ടി പറയേണ്ടതായിരുന്നു. പാറക്കുട്ടിയോടൊന്ന് ചോദിച്ചോട്ടെ. ഇനിയിപ്പോൾ ഇത് പാറക്കുട്ടിയുടെ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. അറിയാം, ഞാൻ പറഞ്ഞുതരാം. പിന്നെ എനിക്ക് കുറച്ചൊക്കെ അറിയാം. കാന്താരി സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ പവനജസ്തുതി പാത്ര പാവ
रमणीयगात्र सीता कल्याण वैभोगमे राम कल्याण वैभोगमे വരുന്നില്ലേ? വീട്ടിലേക്ക് വരുന്നില്ലേ? ഇല്ല, എന്നിപ്പോൾ അങ്ങോട്ട് വന്നാൽ അവരെന്താ വിചാരിക്കുക? അവരെന്താ വിചാരിക്കാൻ? നീ എന്നേക്കാൾ കൂടുതൽ സ്ഥിരം അവിടെ തന്നെ അല്ലായിരുന്നു? എന്നാലും എന്തെന്നാലും വരുമോ? ഇല്ല, ഓളും എന്താ വിചാരിക്കപ്പോൾ? ആരും ഒന്നും വിചാരിക്കില്ല. ഒരു മ്ലാനത മുഖത്ത്. ഒന്നുമില്ല, നീ പോയതിന് ശേഷം മന ഭയങ്കര ശാന്ത. തല്ലൂടാനൊന്നും ആരുമില്ല, ഭയങ്കര ബോറപ്പം അവിടെ. മീനോളാ നിനക്ക് അരിമണി ഇട്ട് കൊടുക്കുക കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു. ശരിയാവില്ല റീകുട്ടി, നീ ഇല്ലാണ്ടോട്ട് സുഖമില്ലടി. ഇനി ഇത് എങ്ങോട്ടാ? ഞാൻ മനയിലേക്ക് എന്നാ? 2 ദിവസം കഴിഞ്ഞ അമ്മയും അച്ഛനൊക്കെ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് വലിയ പണിയുണ്ടോ അത്? പേടിച്ചു ഞങ്ങള്. അളിയൻ വിളിയൊക്കെ അളിയന് കല്യാണം കഴിഞ്ഞതിന് ശേഷം അളിയന് പെങ്ങളോടല്ലേ സ്നേഹമുള്ളൂ, നമ്മുടെ ഒന്നും സ്നേഹമില്ലല്ലോ. നമുക്ക് കുട്ടിക്കോലും കളിച്ചാലോ വൈകുന്നേരം? കളിക്കാം. ഞാനില്ല, ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് നീ കല്യാണ പെണ്ണാണ് എന്താ കാണിച്ചു വിട്ടുന്ന കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന നാട്ടുകാർ. നിനക്ക് എന്താ ശ്രീകുട്ടി, കല്യാണം കഴിഞ്ഞ് വിചാരിച്ചിട്ട് കല്യാണ പെണ്ണ് എന്താ ഒന്നും കളിക്കാൻ പാടില്ലേ, ഒന്നും ചെയ്യാൻ പാടില്ലേ? നിനക്ക് നീ ആയിരുന്ന പോരെ. ഒരു കല്യാണം കഴിഞ്ഞ് വിചാരിച്ചിട്ട് ഞാൻ എന്ന് പറഞ്ഞ ഓർമ്മയില്ലേ, കല്യാണം കഴിഞ്ഞ ഒന്നും മാറില്ലേ? കളിക്കുക വൈകുന്നേരം കളിക്കാം. ഇത് ചന്തയിൽ പോകണ്ടെന്ന് പറഞ്ഞേ? കുറച്ച് സാധനങ്ങൾ മേടിക്കണം എന്ന് പറഞ്ഞ അമ്മ. ചന്തയിൽ പോകണം. വരുമ്പോൾ ശ്രീകുട്ടിക്ക് ഒരു പൗഡർ വാങ്ങിക്കണം. മേടിക്കാം. വേറെ എന്തെങ്കിലും വേണോ? എന്താണൊരു മ്ലാനത രണ്ടുപേരും മുഖത്ത്? ഒന്നുമില്ല, നീ പോയിട്ട് വാ. ശരി എന്നാ വൈകുന്നേരം ഇറങ്ങോ? ഇറങ്ങാം. ഇറങ്ങില്ലേ? ഇറങ്ങാം. ഏട്ടാ നമ്മളിനി എന്നാ വീട്ടിൽ പോണേ? നമ്മള് പോവാം. ഇന്ന് പോവാം. നാളെ പോവാം. പാക്ക് ചെയ്യാനൊക്കെ ഉണ്ടാവൂലേ? തള്ളി എടുത്തിട്ട് ഇവിടെ നല്ല വഴുക്കലാണ്. അമ്മമ്മ പാക്ക് ചെയ്യണം, സാധനങ്ങളൊക്കെ ആക്കണ്ടേ? മദ്രാസിൽ ഇപ്പൊ ചൂടുണ്ടാവില്ലേ? മദ്രാസിൽ ചൂട് ഞാനില്ല, വേണ്ട, ഞാനില്ല. വരുമോ? ഞാനില്ല, വരുമോ? എന്തായാലും കുടിച്ചിട്ടാ പോവാം. I love you, മനേട്ടാ. I love you, ശ്രീകുട്ടി.
மனதெல்லாம் நீயே சேரும் கைகளில் கை கோர்த்தாய் காலங்கள் நின்றதே குளம் கரை நிழலிலே கண்கள் மட்டும் பேசுதே அனைத்திரும் அந்த நோடி உயிரெல்லாம் பூத்ததே முத்தம் ஒன்று மழையோடு மௌனம் என்ற இசையோடு அருவி பாடும் காதலில் நாம் இருவரோர் கனவே நீர்த்துளி நெஞ்சம் தொட்டு நிலவென நீ சிரித்து என்றென்றும் உன் நிழலில் என் உலகம் மலருதே மழை நின்றாலும் காதல் நின்றிடாதே அருவியோசை போல என்றும் நீயே നിങ്ങൾ നാളെ പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഓപ്പ വിളിച്ചു പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. കേട്ടപ്പോൾ ഞങ്ങൾക്ക് ആകെ പരിഭ്രമമായി. ഈ ശ്രീലോകം വിട്ടിട്ട് ശ്രീകുട്ടി മനു എങ്ങോട്ടും പോണില്ല അമ്മായി. ഞങ്ങൾ ഇവിടെ ഒക്കെ തന്നെ ഉണ്ടാവും. അതെ, സന്തോഷമായി കൂടെ. അതെ, അങ്ങോട്ട് പോന്നോളൂ കേട്ടാ.